Good morning, my dear students. In the last section, we have discussed about the cohesive energy of inert gas. In that case, we can calculate the cohesive energy of inert gas. Then, first of all, we calculate the total interaction energy, that is the sum of attractive interaction and the repulsive interaction. What is the value of attractive interaction? Minus A divided by R raised to 6, and the repulsive interaction is B divided by R raised to 12. And in that case, we have already mentioned that this repulsive interaction can be also be written in the form by using an empirical form, that is U of R equal to എങ്ങനെയായിരുന്നു ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ റോ അല്ലേ. അങ്ങനെ ഒരു രീതിയിലും കൂടി നമുക്ക് എന്താണ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? ഇഫ് ആർ ഈക്വൽ ടു റോ യു ആർ ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഡിവൈഡഡ് ബൈ ഇ. അപ്പോൾ എന്ത് വരും? അത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാണാൻ പറ്റും. ഒരു ആർ ഈക്വൽ ടു ആർ സീറോയിൽ അത് മിനിമം ആയിട്ട് വീണ്ടും അത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് ആ ഒരു ഇമ്പരിക്കൽ ഫോമിൻ്റെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഗ്രാഫ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇമ്പരിക്കൽ ഫോം ഓഫ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്? യു ഓഫ് ആർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ റോയ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇമ്പരിക്കൽ ഫോം ഓഫ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ. ഇനി നമുക്കിവിടെ റോ ഈസ് എ മെഷർ ഓഫ് റേഞ്ച് ഓഫ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻ. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം കണ്ടത്, അയണിക് ക്രിസ്റ്റൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയണിക് ക്രിസ്റ്റൽസ് കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കണ്ടിരുന്നത്. ഫസ്റ്റിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് എന്താണെന്ന് കണ്ടു. ഇനേർട്ട് ഗ്യാസിൻ്റെ അതിൻ്റെ കോഹസീവ് ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ ഇക്വിലിബ്രിയം ലാറ്റിസ് കോൺസ്റ്റൻറ്റ്, ദെൻ കോഹസീവ് എനർജി, ദെൻ നമ്മൾ അയോണിക് ക്രിസ്റ്റൽസിൻ്റെ കേസിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കണ്ടു. അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഇത് സിമിലർ ടു ഇനേർട്ട് ഗ്യാസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്ന കോഹസീവ് എനർജി സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് കോഹസീവ് എനർജിയുടെ വാല്യൂ ലാർജ് ആണ് കമ്പയർഡ് ടു ഇനേർട്ട് ഗ്യാസ്. ബട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഏകദേശം സിമിലറാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇതിൻ്റെ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? ഇനേർട്ട് ഗ്യാസിൻ്റെ റിപ്പൾസീവ് ഇൻട്രാക്ഷന് ബിഹേവിയറിന് സിമിലർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റിൽ അതിനകത്തൊരു എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനാണ്. കൂളംസ് പൊട്ടൻഷ്യൽ തന്നെ വരും. അതാണ് എന്തെന്ന് പറയുന്നത്? ക്യൂ സ്ക്വയർ ഡിവൈഡ് രണ്ട് ഇതാണ് പാർട്ടിക്കിളാണ് അവിടെ ഉള്ളത്. ഒന്ന് വൺ ഈസ് പ്രോട്ടോൺ ആൻഡ് വൺ ഈസ് ഇലക്ട്രോൺ അല്ലേ. ഒരു ഹോള് വരും, ഒരു ഷെയർ ചെയ്യുകയാണ് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ അവിടെ രണ്ട് ചാർജ് പ്ലസ് ഓർ മൈനസ് ക്യൂ, അയോൺസിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, അങ്ങനെ രണ്ട് ഇതാണ്. അപ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ചാർജസ്, ദാറ്റ് ഈസ് there is a repulsive interaction between these two, attractive and repulsive interaction between these two atoms. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തെ ഒരു എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയണിക് ക്രിസ്റ്റൽസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടു. ഇനി എങ്ങനെ നമുക്കതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇമ്പരിക്കൽ ഫോം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് യു ഓഫ് ആർ? റിപ്പൾസീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് യു ഓഫ് ആർ ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു മൈനസ് ആർ ബൈ റോ എന്ന രീതിയിലാണ് നമ്മൾ എന്താ എഴുതുന്നത്, അതിൻ്റെ ഇമ്പരിക്കൽ ഫോം എഴുതുന്നതൊക്കെ കണ്ടു. ഇനി ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, എങ്ങനെയാണ് ആ ഒരു അയണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ അതിൻ്റെ എനർജി, ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, ഓർ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയ്ഡ് ലങ് എനർജി. മെയ്ഡ് ലങ്
എനർജി. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് മെയ്ഡ് ലെങ്ത് എനർജി. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന ടെസ്റ്റിൽ തന്നെ എടുത്തേക്കുന്ന പോയിന്റുകളും അതിൻ്റെ ഇക്വേഷൻ നമ്പറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാനൊരു പോയിൻ്റായിട്ട് എഴുതി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുവാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാണുമ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോയിൻ്റായിട്ട് കാണുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ലോങ് റേഞ്ച് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് വിത്ത് ചാർജ് plus or minus q is the electrostatic interaction plus or minus q square divided by r അല്ലേ? ഓക്കെ, 1/4πε0 plus or minus q square divided by r ആണ് നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. SI യൂണിറ്റിൽ CGS യൂണിറ്റിലാവുമ്പോൾ പ്ലസ് ഓർ മൈനസ് q square divided by r. Attractive between ions of opposite charges and repulsive between the ions of same charges. Attraction between the ions of opposite charges and repulsion between the ions of same charge. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ എനർജി എടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് the ions arrange themselves in whatever crystal structure gives the strongest attractive interaction compatible with the repulsive interaction at short distance between the ion core. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു സ്ട്രോങ് ഇൻട്രാക്ഷനാണ്, അട്രാക്റ്റീവ് ഇൻട്രാക്ഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ വളരെ സ്ട്രോങ് ഇൻട്രാക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. Then the repulsive interaction between ions with inert gas configuration are similar to those between inert gas. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിനകത്തുനിന്ന് ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഷെയർ ചെയ്ത് ക്ലോറിനിലേക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും രണ്ടും കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. പിന്നെ എന്തിൻ്റെ ഈ ബിഹേവിയർ കാണിക്കുകയുള്ളൂ? ഇനേർട്ട് ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബിഹേവിയർ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് സെയിം ആയിട്ടുള്ള ഇനേർട്ട് ഇൻട്രാക്ഷൻ ആയിരിക്കും കാണുന്നത്. ഓക്കെ, the van der Waals parts of attractive interaction in ion crystal makes a relatively small contribution to the cohesive energy in ionic crystal of the order 1 or 2%. അപ്പോൾ ഇതിനകത്ത് van der Waalsൻ്റെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷന് ഒരു വളരെ ചെറിയൊരു പോർഷനെ ഇതിനകത്ത് ഉണ്ടാക്കത്തുള്ളൂ കോഹസീവ് എനർജിയുടെ കേസിൽ. അപ്പം നമുക്കതിന് വേണ്ടി പുതിയ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് അയോണിക് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനാണ്. ഓക്കെ, van der Waals ഇൻട്രാക്ഷന് ഒരു ചെറിയ പാർട്ട് മാത്രമേ 1 or 2% മാത്രമേ van der Waals ഇൻട്രാക്ഷനുള്ളൂ. കൂടുതലും ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷന് എൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇതിനകത്ത് ഇൻറ്ററാക്ഷൻ എനർജി ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് ദ നോൺ ആസ് മെയ്ഡ് ലെങ്ത് എനർജി. Okay, electrostatic interaction between the ionic crystal, the ions, then that is known as made length energy. പിന്നെ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇഫ് Uij is the interaction energy between ions I and J, we define a sum Ui which includes all interaction involving the ion I. എന്താ മീൻ ചെയ്യുന്നത്? ഐ എന്ന് പറയുന്ന IJ ഇൻട്രാക്ഷൻ നടക്കുവാണ്, ഐയും ജെയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുവാണ്. ഐ എന്ന് പറയുന്നതിൻ്റെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഐയുടെ കേസിൽ UI ഐയുടെ ഇൻറ്ററാക്ഷൻ എനർജി എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? ഐ എന്ന് പറയുന്നത് ഏതൊക്കെ ആറ്റവുമായിട്ട് ഒരു ക്രിസ്റ്റൽ FCC എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ആറ്റവുമായിട്ടാണ് അത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം കൂടി സം എടുക്കണം. ഓക്കെ, Uij ഐയും ജെയും തമ്മിൽ 1 ഇൻട്രാക്ഷൻ 1 പോസിബിൾ അല്ല, 1ഉം 2ഉം പോസിബിളാണ് അല്ലേ? I = J ഒരിക്കലും പോസിബിൾ അല്ല. ഐക്ക് ഐയുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. ഐ 2 ആയിട്ട്, ഐ 3 ആയിട്ട്, ഐ 4 ആയിട്ട്, 4th പൊസിഷനിലിരിക്കുന്ന ആറ്റം 5th പൊസിഷനിൽ, 6th പൊസിഷനിൽ ഏതൊക്കെയുണ്ടോ അതെല്ലാം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ്റെ സം ആയിരിക്കും UI എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. UI = summation over J prime Uij, where the summation includes all ions except J = 1. ഓക്കെ, ഇനി നമ്മൾ എടുക്കുവാണ്. ഞാൻ പറഞ്ഞായിരുന്നു, we suppose that
Uij may be written as the sum of central field repulsive potential of the form lambda e raised to lambda exponential minus r by rho. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ഇമ്പരിക്കൽ ഫോമിൽ നമുക്ക് ഇതിൻ്റെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അതെന്ന് പറയുന്നത് ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ഡിവൈഡ് ബൈ റോ, where lambda and rho are empirical parameters and the Coulomb potential plus or minus q square divided by r. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. ഇത് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൊണ്ട് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്നത്, ഇത് കുളോംബിക് ഇൻട്രാക്ഷൻ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ എന്തായിരിക്കും ദസ് Uij ക്യാൻ ബി റിട്ടേൺ ആസ് എന്തൊക്കെ വരും, റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെയും കുളോംബിക് ഇൻട്രാക്ഷൻ്റെയും സമ്മായിരിക്കും Uij എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Uij ഈക്വൽ ടു ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് Rij divided by rho plus or minus q square divided by Rij, where plus sign taken for the like charges and minus sign for unlike charges. We have used the exponential form of empirical repulsive potential rather than r raised to minus 12 form used for the inert gas. അപ്പോൾ ഇതിന് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ വി ക്യാൻ യൂസ് ദിസ് ടേം. ദിസ് ഇസ് നോൺ ആസ് ഇമ്പരിക്കൽ ഫോം ഓഫ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് റിപ്പൾസീവ് ഇതിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന അയണിക് ക്രിസ്റ്റലിൻ്റെ കേസിൽ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെയും അതിൻ്റെ കുളോംബിക് ഇൻട്രാക്ഷൻ്റെയും സം ആയിരിക്കും ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് Rij ഡിവൈഡ് ബൈ റോ ആയിരിക്കും. Okay, then it is convenient again to introduce a quantity Pij. ഞാൻ പറഞ്ഞു അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തതാണ്. Pij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 1ഉം 2ഉം തമ്മിൽ 2ഉം 3ഉം തമ്മിൽ, അപ്പോൾ ഇൻട്രാക്ഷൻ ഡിസ്റ്റൻസ് ഒത്തിരി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, Rijക്ക് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് Rij സച്ച് ദാറ്റ് Rij ഈക്വൽ ടു Pij ഇൻറ്റു R എന്ന് എഴുതാൻ പറ്റും. where R is the nearest neighboring separation in the crystal. If we include the repulsive interaction only among nearest neighbors, we have Uij equal to. ഇപ്പോൾ നിയറസ്റ്റ് നെയ്ബേഴ്സിൻ്റെ കേസിൽ റിപ്പൾസീവ് ഇൻട്രാക്ഷന് അതെന്ന് പറയുന്നത് തൊട്ടടുത്ത് അതിനകത്ത് എന്ത് വരും, ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ഡിവൈഡ് ബൈ റോ മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. Pij ഇവിടുന്ന് നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ Pijയും കൂടെ ക്യാൻസലായി പോയിക്കോളും. ഈ ടേമിൽ നിന്നൊരു Pij എടുത്ത് നമ്മൾക്ക് Pij ഇല്ലാതാവും. അപ്പോൾ ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ ദെൻ പ്ലസ് ഓർ മൈനസ് 1/Pj. കുളം പൊട്ടൻഷ്യലിൻ്റെ കേസിൽ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് 1/Pij ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇങ്ങനെ രണ്ട് ടേം ആയിട്ട് നമുക്ക് കിട്ടും. വൺ ഈസ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് എന്താണ് കുളോംബിക് ഇൻറ്ററാക്ഷൻ. ഓക്കെ, അപ്പം നമുക്കിനി അതിൻ്റെ ദസ് ടോട്ടൽ ക്വസ്റ്റ്യൻ നമ്പർ 19 കൊടുത്തു. ദെൻ യു ടോട്ടൽ ഈക്വൽ ടു, അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി സം വരണം. യു ടോട്ടൽ ഈക്വൽ ടു n ഇൻറ്റു യു വൈ n ഇൻറ്റു എന്തൊക്കെ വരും, ഇസഡ് ഇ റേസ് ടു മൈനസ് ആർ ബൈ റോ. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് പ്ലസ് ഓർ മൈനസ് 1/Pijക്ക് പ്ലസ് ഓർ മൈനസ് 1/Pijക്ക് നമ്മളൊരു ഇതാണ് എന്തെന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന സമ്മേഷൻ ഓവർ ജെ പ്ലസ് ഓർ മൈനസ് Pij ഈസ് നോൺ ആസ് മെയ്ഡ്ലങ് കോൺസ്റ്റൻറ്റ്. എന്താ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ്ലങ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഇതിൻ്റെ ഇവാലുവേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. പ്ലസ് ഓർ മൈനസ് 1/Pij ഈസ് നോൺ ആസ് മെയ്ഡ്ലങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബറിങ് ആറ്റമാണ് ഇസഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ FCCയുടെ കേസിൽ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബറിങ് ആറ്റം 12 അല്ലേ, 12 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 6 അല്ലേ മറ്റേ ഇതിൻ്റെ കേസിൽ, അങ്ങനെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നിയറസ്റ്റ് നെയ്ബറിങ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഇസഡ് എന്ന് പറയുന്നത് എന്തുമാത്രം അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബറിങ് ആറ്റം
ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് ഇസഡ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വേണം, ഇവിടെ ഒരു ഇസഡും കൂടെ വരും. എൻ ഇൻറ്റു ഇസഡ് എക്സ് ലാംഡ എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ. പിന്നെന്താ വരുന്നത്, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മൈനസ് ഇവിടെ എന്ത് കൊടുത്തു, ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, വേർ alpha is known as Madelung constant. Okay, minus q square divided by r, that is known as Madelung constant. എന്താണ് അതിന് പറയുന്നത്, Madelung constant എന്ന് പറയും. ദാറ്റ് ഈസ് നോൺ ആസ് Madelung constant. യു ടോട്ടൽ എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കുകയും, ദാറ്റ് ഈസ് നോൺ ആസ് Madelung constant. The sum should include the nearest neighbor contribution which is just z. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. n is equal to n ui, then ui is equal to the sum should include the nearest neighbor. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. യു ടോട്ടൽ is equal to എന്നാ കിട്ടിയത്, n ഇൻറ്റു ഇസഡ് ലാംഡ ഇ റൈസ് ടു minus r by rho, then minus alpha q square divided by r. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ പിന്നീട് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ദ വാല്യൂ ഓഫ് Madelung കോൺസ്റ്റൻറ്റ് is of central important in the theory of ionic crystal. അപ്പോൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് ആ ഇമ്പോർട്ടൻസ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ഇതിനകത്ത് കാണും എന്താണെന്നുള്ളത്. ഓക്കെ, അറ്റ് ദി ഇക്വിലിബ്രിയം സെപ്പറേഷൻ, ഇനി ആർ ഈക്വൽ ടു R0യിൽ അപ്പോൾ എന്തായിരിക്കും, ഡി യു ടോട്ടൽ ഡിവൈഡ് ബൈ ഡി ആർ ഈക്വൽ ടു, അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ഡി യു ടോട്ടൽ ഡിവൈഡ് ബൈ ഡി ആർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് ആർ ഈക്വൽ ടു R0. ആർ ഈക്വൽ ടു R0യിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് വരും, എൻ ഇൻറ്റു അപ്പോൾ എന്താ വരുന്നത്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എൻ ഇൻറ്റു ഇസഡ് ലാംഡ എന്താ വരുന്നത്, ഇ റൈസ് ടു മൈനസ് ആർ ബൈ റോ. ഓക്കെ, എൻ ഇൻറ്റു ലാംഡ ഇ റൈസ് ടു മൈനസ് ആർ ബൈ റോ. ഇപ്പോൾ എന്ത് വരുന്നത്, ഇപ്പോൾ നമ്മളിതിനെ ചെയ്യുമ്പോൾ എന്തൊരു മൈനസ്, ഇവിടെ എന്ത് വരും, മൈനസ് 1 ബൈ റോ വരും. കാരണം ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 ബൈ റോ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഇസഡ് ലാംഡ ഡിവൈഡ് ബൈ റോ എക്സ്പോണൻഷ്യൽ മൈനസ് ആർ ബൈ റോ പ്ലസ്, ഇനി അടുത്തതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പ്ലസ് വരാൻ കാരണം എന്താണ്, മൈനസ് ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആറാണ്. അപ്പോൾ എന്ത് വരും, 1 ബൈ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, മൈനസ് 1 ബൈ ആർ സ്ക്വയർ. സോ ഇറ്റ് ബിക്കം പ്ലസ് എൻ ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ കിട്ടി. ഓർ ഇനി നമ്മൾ അതിനൊന്നും കൂടെ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ റൈറ്റ് സൈഡിൽ ഇത് 0 ആണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, എൻ ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്തായി മാറി, R0, ഇവിടെ എന്തായി R0 ആയി, ഈക്വൽ ടു എൻ ഇസഡ് ലാംഡ ഡിവൈഡ് ബൈ റോ എക്സ്പോണൻഷ്യൽ മൈനസ് R0 ഡിവൈഡ് ബൈ റോ. അപ്പോൾ എന്നും ക്യാൻസലായി പോയി. പിന്നെ എന്തെങ്കിലും ക്യാൻസലാക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ എന്നും ക്യാൻസലായി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ എന്ത് വരും, ബാക്കിയുള്ള ടേമിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താ വരുന്നത്, ആർ സ്ക്വയർ, ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു R0 സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് R0 ഡിവൈഡ് ബൈ റോ. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഇതിനിങ്ങ് കൊണ്ടുവന്നു. ബാക്കി ടേമിനെല്ലാം ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞ് ക്യാൻസലാക്കി കളയാവുന്ന, എന്ത് ക്യാൻസലാക്കി കളഞ്ഞു, ലാംഡ നമുക്ക് ഇതിനകത്തുനിന്ന് എൻ ക്യാൻസലാക്കി കളയാം അല്ലേ. അപ്പം നമുക്ക് ബാക്കി ഇതിനകത്ത് ക്യാൻസലാക്കാൻ പറ്റുന്നതൊക്കെ ക്യാൻസലാക്കി കളഞ്ഞ് ആൽഫ കളയാൻ നോക്കുക, എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ക്യാൻസലാക്കി കളഞ്ഞിട്ട് അപ്പം നമുക്ക് കിട്ടുന്ന ടേമാണ് R0 സ്ക്വയർ ഇൻറ്റു
ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് ലാംഡ അല്ലേ. ഇതിനെ ഇങ്ങോട്ടും വന്ന് ഇതിനെ അങ്ങോട്ടും കൊണ്ടുപോയി ആർ സ്ക്വയറിനെ അങ്ങോട്ടും കൊണ്ടുപോയപ്പോൾ നമുക്ക് എഴുതാൻ പറ്റി r0 സ്ക്വയർ ഇൻറ്റു ഇവിടെ ഇൻറ്റു ആണ് എക്സ്പോണൻഷ്യൽ മൈനസ് r0 ബൈ റോ ഈക്വൽ ടു റോ ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് ലാംഡ. This determines the equilibrium separation R0 if the parameter rho lambda of the repulsive interaction. ഓക്കെ, ഇതെന്താ കാണുന്നത്? ഇക്വിലിബ്രിയം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ R0 ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ടോട്ടൽ എനർജി ഒന്ന് ആ ഒരു ടേമിലേക്ക് എഴുതണം. എന്തിൽ? ഇക്വിലിബ്രിയം സെപ്പറേഷൻ. അതിനാണെന്ത് പറയുന്നത്? ദറ്റ് ഈസ് നോൺ ആസ് കോഹസീവ് എനർജി ഓഫ് അയോണിക് ക്രിസ്റ്റൽ. R=R0 ഉണ്ടാകുന്ന എനർജിക്കാണ് കോഹസീവ് എനർജി ഓഫ് അയോണിക് ക്രിസ്റ്റൽ. ദാറ്റ് ഈസ് ദ മെയ്ഡ്ലെങ് എനർജി. അപ്പോൾ ഇക്വിലിബ്രിയം സെപ്പറേഷൻ ബിറ്റ്വീൻ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ടോട്ടലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യു ടോട്ടലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. യു ടോട്ടൽ എന്ന് പറയുന്നത് 20 ഇക്വേഷൻ നമ്പർ 20 ഇതാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് e⁻r/ρയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നത്? n ഇൻറ്റു ഇക്വേഷൻ നമ്പർ 20ലേക്ക് n ഇൻറ്റു ഇസഡ് ഇൻറ്റു ഇവിടെ എന്താ കൊടുക്കുന്നത്? e⁻r/r0യ്ക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? റോ ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ഇസഡ് ലാംഡ ഡിവൈഡ് ബൈ r0 സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അടുത്ത ടൈം എന്താ? മാറ്റമൊന്നുമില്ല. n ഇൻറ്റു ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r0 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തൊക്കെ ക്യാൻസലാക്കാൻ പറ്റും? രണ്ട് മുകളിലും ഒരു ലാംഡ ഉണ്ട്, താഴെയുണ്ട്. ലാംഡ ക്യാൻസലായിപ്പോയി. പിന്നെ ഇസഡ് രണ്ട് സ്ഥലത്ത് നിന്ന് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഈ സൈഡിൽ എന്താ വരുന്നത്? മൈനസ് n ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r0 കോമൺ ആയിട്ട് എടുത്തു. r0 സ്ക്വയർ ഒരു സ്ഥലത്തുണ്ട്, ഒരു സ്ഥലത്ത് r0 ഉണ്ട്. അപ്പോൾ മൈനസ് n ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് n ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r0 ഇൻറ്റു ഏതിനകത്ത് ഇത് കൊടുത്തതെന്ന് പറഞ്ഞത്? ഈ വാല്യൂവിൽ എക്സ്പോണൻഷ്യൽ മൈനസ് r0 ബൈ റോയ് ഞാൻ ആ ഇക്വേഷൻ 20ൽ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? മൈനസ് n ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r0 കോമൺ ആയിട്ട് എടുത്തു. r0 കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എല്ലാത്തിനകത്തും ഉണ്ട് അല്ലേ. ഇവിടെയും ഉണ്ട്. എന്തൊക്കെയുണ്ട്? n ഇവിടെ വന്നപ്പോൾ n, ബാക്കി ഈ ടേം ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r മൈനസ് സൈനും കൂടെ ഔട്ട് സൈഡിലെടുത്തു. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് വരും? മൈനസ് n ആൽഫ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ r0 ഇൻറ്റു 1 മൈനസ് റോ ബൈ r0. അപ്പോൾ ഈ ഒരു ടേമിനാണ് മൈനസ് n ആൽഫ ക്യൂ സ്ക്വയർ ബൈ r0യ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്ഡ്ലെങ് എനർജി എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് മെയ്ഡ്ലെങ് എനർജി. We shall find rho of the order rho. We can rho equal to 0.1 r0. So the repulsive interaction has a very short range. Rho equal to എന്താണ്? 0.1 r0. So this is a very short range. Repulsive interaction is a short range order ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ചെയ്തതെന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമ്മൾ ഇത് ഇതേപോലെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നൊന്നുമില്ല. എന്താണ്? ഇമ്പരിക്കൽ ഫോമിലും കൂളോംബിക്കിൻ്റെയും സമ്മായിട്ട് എടുത്തു. പിന്നെ ടോട്ടൽ എനർജി n ആറ്റം ഉള്ളപ്പോൾ, ഒരു ക്രിസ്റ്റൽ ഉള്ളപ്പോൾ n ആറ്റം കാണും. അപ്പോൾ n എടുത്തു. അപ്പോൾ അതിനകത്ത് പ്ലസ് ഓർ മൈനസ് പിന്നെ എന്താ എടുത്തേക്കുന്നത്? r എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കൂടെ അല്ലേ, എല്ലാ ഇൻട്രാക്ഷനും കൂടെ വരും. PIJ r എന്ന് ഒറ്റ ഇതിലെടുത്തു. അതിനകത്ത് പ്ലസ് ഓർ മൈനസ് 1/PIJക്ക് എന്താ കൊടുത്തത്? സമ്മേഷൻ ഓവർ j പ്ലസ് ഓർ മൈനസ് PIJക്ക് നമ്മൾ മെയിൻലെങ് കോൺസ്റ്റൻ്റ് എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്തത് എന്താണ്? ടോട്ടൽ എന്തിനകത്ത് സെപ്പറേഷൻ എടുത്തു. അപ്പോൾ r0 സ്ക്വയർ എക്സ്പോണൻഷ്യൽ ടേം കിട്ടി. അത് യു ടോട്ടലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനകത്ത് നമുക്ക് മെയ്ഡ്ലെങ് എനർജി കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് മെയ്ഡ്ലെങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഓർ മെയ്ഡ്ലെങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.